അത് നമുക്ക് 1.85 ഒരു 1.80 കൊടുക്കാം. ലോൺ ഫുള്ളാണ്. 1.6 ആക്കെ ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം റുപ്യ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം. 2 ലക്ഷം കുറച്ച് കൊടുക്കാം. ഫുള്ളാണ്. അതേമാതിരി ഫൈനൽ ആവുകയാണെങ്കിൽ കൊടുക്കാം നമുക്ക്. പിന്നെ 2016 വണ്ടി റെഡി തന്നെ. 2.10 നല്ല വണ്ടികളാട്ടോ, ക്ലീൻ വണ്ടികളാണ്. ഫുൾ ഗ്യാരണ്ടി വണ്ടികളാണ്. 3.4 ലക്ഷം റുപ്യക്ക് ആക്കെ കൊടുക്കും. ഒന്നും നോക്കണ്ടല്ലേ. 2.10 വെച്ചാൽ 2,05,000 റുപ്യക്ക് ഇയോണ് കൊടുക്കാം. കിടിലം വണ്ടി കൊടുക്കാം. ലോൺ മാക്സിമം കയറൂലേ? ആയിട്ടാണ് ഓട്ടോമാറ്റിക്. ഫുൾ പേപ്പറിൽ നമുക്ക് 2.20 കൊടുക്കാം. 2,20,000 റുപ്യക്ക് ഫുൾ പേപ്പർ പേപ്പറില്. ഇത് 2010 വണ്ടിയാണ്. 10 മോഡൽ സ്വിഫ്റ്റ് ആണ്. എത്ര കൊടുക്കാം? ഒരു 2.15 കൊടുക്കാം. 2,15,000 റുപ്യ 10 മോഡൽ സ്വിഫ്റ്റ് കൊടുക്കാം. ലോണും കയറ്റി കൊടുക്കാം അല്ലേ? എത്ര? 1.25 ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ലോണ് കയറില്ലല്ലോ. മേക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും മലപ്പുറം മച്ചിങ്ങുള്ള MK യൂസർക്കാർ തന്നെ വീണ്ടെത്തിക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലെ ഒരു 10-15ഓളം വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടിയുള്ള അടിപൊളി ഷോറൂമാണ്. ചെറിയ മുടക്കിലും ചെറിയ വിലക്കും നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടും. നമ്മളെ കോളിലെ ബാബാക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? അതാറുണ്ട്. നമ്മളെ ലൊക്കേഷൻ പറഞ്ഞിരുന്നല്ലേ? നമ്മളെ ലൊക്കേഷൻ മലപ്പുറം മച്ചിങ്ങില് MK യൂസ്ഡ് കാറ്. മലപ്പുറം കോഴിക്കോട് ബൈപ്പാസ് ഹൈവേമേല് തന്നെയാണ്. കോഴിക്കോട് റോട്ടുമ്മല് മച്ചിങ്ങല് ക്ലാസിക് ഉണ്ടായതിന് നേരെ മുന്നില് MK യൂസ്ഡ് കാറ്. ഓഡിറ്റോറിയത്തിന്റെ ചാരിറ്റാണ്. ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലുണ്ട് ബാക്കിലുണ്ട്. എങ്ങനെ നോക്കിയാലും കിട്ടും. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. കോഴിക്കോട് പാലക്കാട് ബസ്സിൽ കയറിയാല് മച്ചിങ്ങല് ചോദിച്ചാൽ മതി. അതല്ലേ? മച്ചിങ്ങലിന് നേരെ സ്റ്റാൻഡ് നേരെ ബാക്കില്. റോട്ടിൽ തന്നെ മെയിൻ ആയിട്ട് കാണും. സ്റ്റോപ്പിന്റെ ബാക്കില് ബസ് സ്റ്റോപ്പിന്റെ ബാക്കില്. അതാണ്. എത്ര വണ്ടികളുടെ ടോട്ടൽ ഇവിടെ? നമ്മൾ ഏകദേശം 100 ചില്ലാൻ വണ്ടികൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. കുറെ വണ്ടികൾ കയറാനുണ്ട്. റിഡ്സുകളൊക്കെ 2,10,000 മുതൽ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ 10,20,000 മുടക്കിലിറക്കാം. ഇയോണുകൾ ഏകദേശം 8-10 ഇയോണുകളുണ്ട്. ഫുൾ ഓവറുകൾ കുറെ ഉണ്ടല്ലോ. ആൾട്ടോൾ ഏകദേശം 6 എണ്ണല്ലേ? അതുകൊണ്ട് സാൻഡ്രോകളുണ്ട്. ചെറുവണ്ടികൾ കുറെ ഉണ്ട് കേട്ടോ. കുറെ വണ്ടിയുണ്ട്. ചെറുവണ്ടി പോയി ആഴ്ചയിൽ നമുക്ക് കുറെ സ്റ്റോക്ക് കയറിയുണ്ടല്ലേ? ഇനിയിപ്പോ വലിയ ഇന്നോവ ആണെങ്കിൽ അങ്ങനെ തരും. 7 സീറ്റ് വണ്ടികൾ ഫുൾ ഓൺ കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടിക്കും വിളിച്ചോ. എങ്ങനെ സെറ്റ് ആക്കി തരും. ചെറിയ ക്വാളിറ്റി വണ്ടിക്ക് നമുക്ക് വിളിച്ചാൽ മതിയല്ലേ? പോയതും ടോട്ടൽ ലോസ് ഫ്ലഡ് അതിന് നമുക്ക് വിളിക്കണ്ട. ഉരുണ്ട വണ്ടിക്ക് വിളിച്ചണ്ട. നീളമുള്ള വണ്ടി ഉണ്ടെങ്കിൽ നല്ല ഒരു ഫാമിലി ഉപയോഗിക്കാന് നല്ലൊരു വണ്ടി ഉദ്ദേശിക്കേണ്ടവർ മാത്രം നമുക്ക് വിളിച്ചാൽ മതി. നല്ല വണ്ടി കൊടുക്കും. എന്താ വെച്ചാൽ ടോട്ടൽ ലോസിനെ വിളിച്ചിട്ട് കാര്യമില്ല. മറ്റു വണ്ടിക്കും വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യില്ല. ചെയ്തിട്ടില്ല. ചീത്തപ്പേര് വാങ്ങാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഫാമിലിക്ക് നല്ലൊരു വണ്ടി കൊടുക്കുക. അവർക്ക് ഉപയോഗിക്കാനാണ്. പല ലെവലിലേക്ക് പൈസ ഉണ്ടാക്കിയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. അവർക്ക് നമ്മൾ നല്ലൊരു വണ്ടി കൊടുക്കുക. ആ കണ്ടീഷനിലാണ് നല്ല വണ്ടി തരാ. ഇപ്പൊ ഏത് മോഡൽ താറുകളാണ് അങ്ങനെ തരും. ഇനിയിപ്പോ ജാസുകളൊക്കെ നല്ല കിടക്കാച്ച് വണ്ടികളുണ്ട് കേട്ടോ. ഫോർച്യൂണർ കുറേ എല്ലാ മോഡലും കൊടുക്കാറല്ലേ? ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിലേക്ക് കഴിഞ്ഞ് മറക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ബാബാക്ക നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ അടിപൊളി ന്യൂ ഷേപ്പ് വാഗണർ ആയിക്കോട്ടല്ലേ? 20 മോഡല് വാഗണർ ആണല്ലേ? ക്ലീൻ പീസും ഉണ്ട് അല്ലേ? ഇത് VXI അല്ലേ? എല്ലാം പിന്നെ കിടിലം വണ്ടി അല്ലേ? എല്ലാം കൊണ്ട് ഉഷാറാണല്ലോ അല്ലേ? 50 എന്നാ ഓടിക്കണ എത്രയാണല്ലേ? റീപ്ലേസ് ഉണ്ടോ? ആ പരിപാടിയില്ലല്ലോ അല്ലേ? ധൈര്യമായിട്ട് പറയാം. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? 4,60,000 കൊടുക്കാം. ഫുള്ളാണ്. ഉറപ്പ് മുടക്കണ്ട. മാക്സിമം ഫുൾ ഓൺ ആണ്. അല്ലെങ്കിൽ ഒരു 10,20,000 മുടക്കിൽ വണ്ടികൾക്കും ചെയ്യാം. ഫുൾ ഗ്യാരണ്ടി വണ്ടി, ക്വാളിറ്റി വണ്ടികള് അതാറുണ്ട്. ഹൈറ്റും വെയിറ്റുള്ള വണ്ടിയില്ലേ? ഓക്കെ പറ്റുവണ്ടില്ലേ? 10-12 മൈലേജ് കിട്ടൂലേ? എന്തായാലും കിട്ടും. ബാബാക്ക ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റില്ല. അടിപൊളി സ്വർണ്ണ മൂസല്ലേ വില? 2012 GDSP സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. HR ലാണ്. കേരള നമ്പർ ആക്കിട്ട് കൊടുക്കും.
ആ GDSP ഉണ്ടല്ലേ, എയർ ബാഗ് 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ. ആ കൊടുക്കാല്ലേ. ഓടിക്കൂടെ പറയാൻ പറ്റുമോ? ആ ലെവലിലാണ് മീറ്റർ കാണാൻ പറയുള്ളൂ അല്ലേ? അതെ ഉള്ളൂല്ലേ. വൃത്തിയുണ്ട്, നല്ല മെയിൻ്റെനൻസ് കൊണ്ടുവരുന്ന വണ്ടി അല്ലേ? ഓക്കെ. എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം? 3.4 ലക്ഷം റുപ്യക്കല്ലേ? ആക്കെ കൊടുക്കും, ഒന്നും നോക്കണ്ടല്ലേ? ലോണ് മാക്സിമം അല്ലേ? നമ്പറായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്ത് കൊടുക്കാല്ലേ? ഓക്കെ. എന്നാ അടുത്ത വണ്ടി ഇയോണ കട നീല കളറ്, മേഘന പ്ലസ് ആണ്, നീല കളറാണ് അല്ലേ? 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇല്ലല്ലേ? ആ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ? റീപ്ലേസ് ചെയ്യലോ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ പറയാണ് അല്ലേ? ആ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ ആരാണെങ്കിൽ? ആ 2.10 വെച്ചാൽ 2,05,000 റുപ്യക്ക് ഇയോണ് കൊടുക്കാം, കിടിലം വണ്ടി കൊടുക്കാം. ലോൺ മാക്സിമം കയറൂലേ? കൊടുക്കാല്ലേ? ഓക്കെ. 10-12 മൈലേജും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വേണമല്ലോ അടിപൊളി സാൻഡ്രോല, ചെറിയ കായ് കൊടുക്കാൻ, സിൽവർ കളറ്. 11 മോളാണ്. അയ്യവ കിടിലം വണ്ടിയില്ലേ? ചെറിയ പൈസ കൊടുക്കും ചെയ്യാലോ അല്ലേ? 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. ആ എത്ര ഓടിക്കണം നല്ലത്? ഇത് എത്ര ഓടിക്കുന്നുണ്ട്? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സാൻഡ്രോ ഓടിക്കുന്നുണ്ടല്ലേ? റീപ്ലേസ് മേജറൊന്നും ഇല്ലാത്തോണ്ടില്ലേ? എല്ലാം കൊണ്ട് ഉഷാറാണ്, ചെറിയ കായ് കൊടുക്കാൻ പറ്റിയ വണ്ടി, ഫുൾ കണ്ടീഷൻ വണ്ടിയില്ലേ? എത്ര 1.4? കുറച്ചും കൊടുക്കാം. ആ ലോണ് കയറില്ലല്ലോ? ഇല്ലല്ലേ? മാടി ചെയ്ത് കൊടുക്കാല്ലോ അല്ലേ? ഫുൾ പേപ്പർ ക്ലിയർ അല്ല വണ്ടിയില്ലേ? ഓക്കെ. എന്നാ അടുത്തോണ്ട് അടിപൊളി യോണ റെഡിഗോണല്ലേ? 16 സിംഗിൾ ഓണർഷിപ്പിലേക്ക് മലപ്പുറം വണ്ടിയിലാണ്. ഫുൾ ഓണാണ്, ഉറപ്പ് മുടക്കണ്ട. ആ ഇനി കുറയാനും തിരിയാനൊന്നും ഉണ്ടാവില്ല. ഓടിക്കുന്ന എത്ര എന്നാല്? സിംഗിൾ ഓണർഷിപ്പ്, ഗ്യാരണ്ടി വണ്ടിയില്ലേ? മാക്സിമം ആണ് ഫുൾ ഓണല്ലേ? ആ ഇയോണിലെ ഇത് മലപ്പുറം വണ്ടിയില്ലേ? KL10 മലപ്പുറം വണ്ടിയാണല്ലേ? ഓടിക്കുന്ന എത്ര എന്നാല്? ആ ലെവലിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള് നിലവിലുള്ളല്ലേ? ആ ഇതിന് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ആ പരിപാടികളൊന്നും ഇല്ലല്ലേ? ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണോ? 1,50,000 ചോദിച്ചാണ്ട് 1,65,000 റുപ്യക്ക് ഇയാണ് കൊടുക്കുക. ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാല്ലേ? ആ ബാബാക്ക അടുത്തോണ്ടല്ലോ അടിപൊളി ഇൻഡിക്ക CS ആണത്. ഇൻഡിഗോ ആണല്ലേ? ഡിക്കുള്ള വണ്ടി, ആർക്കും പറ്റിയ വണ്ടിയില്ലേ? 90,000 ഇഞ്ചൻ വരുന്നില്ലേ? ആ അതേമാതിരി CR4 ആ സെറ്റ് കാണിച്ചല്ലേ? ആ എല്ലാം ഉള്ള വണ്ടിയില്ലേ? ലീവ് പോണവര് പോകും. ആ അത്രയും ഗ്യാരണ്ടി ഉള്ളല്ലേ? ആ ആ ബോണറ്റ് പൊന്തിച്ചാൽ ആ CR4 ആണല്ലേ? ആ പക്ക ക്ലിയർ ഉണ്ടല്ലേ? സെഡാൻ വണ്ടിയാണ്, സാധനം കൊണ്ടാകാം. ആ എല്ലാം ഉഷാറാണല്ലേ? പറ്റിയ വണ്ടിയില്ലേ? കിടിലം വണ്ടി എന്ന് പറയുന്നത്. വെറും 90,000 റുപ്യക്ക് സെഡാൻ വണ്ടി കൊടുക്കല, ഇൻഡിഗോ കൊടുക്കലല്ലേ? ഇൻഡിഗോ. ആ 4 ഡോർ വിൻഡോ ഉള്ള വണ്ടിയില്ലേ? ആ ചെറിയ കായ്ക്ക് കൊടുക്കാം, മൈലേജ് ഉള്ള വണ്ടി. ഓ ബാബാക്ക നല്ല അടിപൊളി ഇയോണ്, ചെറിയ കായ്ക്കാണ് കൊടുക്കൂലേ? വെള്ള കളറ് 2013 സിംഗിൾ ഓണർ വണ്ടി. 13 മോളില് സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേഘന വണ്ടിന്റെ വൃത്തിയൊക്കെ നല്ല ചുറുക്കുള്ള വണ്ടിയില്ലേ? ഇറ പ്ലസ് നല്ല ക്ലീൻ വണ്ടി ട്ടോ.
ഇറ പ്ലസ് ആണല്ലേ? നല്ല വണ്ടി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടി. നല്ല വണ്ടി പറഞ്ഞു കൊടുക്കാം. ഓടിക്കണ എത്ര നാല്? ഓടിക്കണ്ട് 1 ലക്ഷം. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ? കറക്റ്റ് സർവീസും ഉണ്ട്, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ചോദിക്കാനോ വേണ്ട, ആ പരിപാടി അല്ലേ? ആകെ നമ്മളെ കടയിലെ റീപ്ലേസ് ഉള്ള ഒരു വണ്ടി ആ കടി തന്നില്ലേ? ആൾട്ടണ്ണൂറ് അല്ലേ? വേറെ പണികളൊന്നും ഇല്ല, നല്ല വൃത്തിയുള്ള വണ്ടി. അത് നമുക്ക് 1.85 ഒരു 1.80 കൊടുക്കാം. കൊടുക്കാം. ലോൺ ഫുള്ളാണ്? ഫുള്ളോണ് 1.60 ആക്കെ ചെയ്ത് കൊടുക്കാം. കൊടുക്കാല്ലേ? മാക്സിമം ലോണിലല്ല, അടിപൊളി 20,000 രൂപയ്ക്ക് യുവാന കൊടുക്കാല്ലേ? കൊടുക്കാൻ പറ്റും. അതെ. അടുത്ത വണ്ടി ഡാറ്റ്സൺ ഗോ കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. ഫുൾ ലോൺ ഡാറ്റ്സൺ ഗോ എടുക്കാം. എത്ര മോഡലുണ്ട്? 14 മോഡല്. ഇത് 2 ലക്ഷം റുപ്യ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാൻ പറ്റും. 2 ലക്ഷം കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കാം. ഫുൾ ലോണ്. അതേമാതിരി ഫൈനൽ കൊടുക്കാൻ പറ്റും. പിന്നെ 2016 വണ്ടി റെഡി തന്നെ. ഗോ 2.10. നല്ല വണ്ടികളാട്ടോ, ക്ലീൻ വണ്ടികളാണ്, ഫുൾ ഗ്യാരണ്ടി വണ്ടികളാണ്. ഇത് 2 ലക്ഷം റുപ്യ കൊടുക്കാം. 2014 വണ്ടി. 14 ഗോ ആണ്. വീണ്ടും 3 ഗോ ഫുൾ ഓൺ, 3 സിംഗിൾ ഓണർ വണ്ടികളാട്ടോ. 3 സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓൺ, ഓർമ്മ കൊടുക്കണ്ട. കൊടുക്കാം. ഓക്കെ. അതേപോലെ അടിപൊളി ഐറ്റാണല്ലോ. ഐറ്റൺ ഓട്ടോമാറ്റിക്. അത് ഫുൾ പേപ്പറിൽ നമുക്ക് 2.20 കൊടുക്കാം. 2,20,000 രൂപ ഫുൾ പേപ്പർ പേപ്പറിൽ 5 കൊല്ലത്തെ ഫുൾ പേപ്പറിൽ കൊടുക്കാം. കൊടുക്കാല്ലേ? കൊടുക്കാം. ഓക്കെ. അതേമാതിരി പിന്നെ സ്വിഫ്റ്റ് ഡിസയർ 2010 വണ്ടിയാ. 10 മോള് അലവിലൊക്കെ ചെയ്ത അലവിലൊക്കെ ഉള്ള വണ്ടി. 2.35 അതില് പുതിയ പേപ്പർ എടുത്താണ് നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പേപ്പറിന്റെ പൈസ നമുക്ക് കമ്മിയായി കൊടുക്കും. എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാം. 2,35,000 രൂപ സ്വിഫ്റ്റ് ഡിസയർ വീഡിയോ വണ്ടി കൊടുക്കുക. അലവിലൊക്കെ ചെയ്ത വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല മെക്കാനിക്കും ആണ്. എല്ലാം ഉഷാറാണ്. പേപ്പറിന്റെ പൈസ നമുക്ക് കമ്മിയായി കൊടുക്കാം. പേപ്പർ എടുക്കാൻ ടൈം ഉണ്ട്. ഓക്കെ. ഇത്യോസ് നമുക്ക് 15 വണ്ടിയാണ്. 2015 വണ്ടി അല്ല 16 വണ്ടി. 16 നമ്പറായ ക്ലീൻ വണ്ടി. റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര 4.85 കൊടുക്കാം. 4.80 കൊടുക്കാം. മാക്സിമം 4 ലക്ഷം രൂപ ലോൺ 35,000 രൂപ സടാ വണ്ടി. അതേമാതിരി 13 എടുക്കണം. വീണ്ടും അൾട്ടീസ് ഉള്ളത്. അൾട്ടീസ് 12 ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 4.40 കൊടുക്കാം. 4.40 അടിപൊളി അൾട്ടീസ് കൊടുക്കാം. മാക്സിമം ലോണില് കൊടുക്കാൻ പറ്റാം. ഇത്യോസ് വീണ്ടും 13 നല്ലൊരു വണ്ടി, ഇല്ലാത്ത വണ്ടി. ഇത് നമുക്ക് ഒരു 3.5 ലക്ഷം രൂപ വേണമെങ്കിൽ കൊടുക്കാം. മലപ്പുറം വണ്ടിയാണോ അതോ നമ്പർ ആയത്? ടയറൊക്കെ 15 സൈസ് എന്റെ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒക്കെ ഉണ്ടല്ലേ? ഒക്കെ ഉണ്ട്. ഇത് ഓടിക്കണ എത്ര നാല്? ഇത് ഓടിക്കണ്ട് 2 ലക്ഷം ഓടിക്കണ്ട്. ഹിസ്റ്ററി ഉണ്ടാവല്ലേ? ഹിസ്റ്ററി 2 ലക്ഷം ആയതുകൊണ്ട് തിരിമറി ചെയ്യാൻ ചാൻസ് ഇല്ല. ഏകദേശം ഉണ്ടാവും പറയാൻ. അതെ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. വണ്ടി വണ്ടി GD ഉണ്ടല്ലേ? GD SP അല്ലേ? SP ഇല്ല. 5 പോവുകയും ചെയ്യാം. കിടിലൻ സീറ്റർ കാര്യങ്ങൾ അതുകൊണ്ട് നല്ല വണ്ടി. എത്ര ആയിക്കണേ? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5 ലക്ഷം രൂപ കൊടുക്കാം. കുറച്ചും കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്പനി കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. ഒന്നും റീപ്ലേസ് ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയില്ല. ഇല്ലല്ലേ? ന്യൂ ഷേപ്പ് മാറിക്കണം. കൺവേർട്ട് ചെയ്തു പ്ലാറ്റിനം ടൈപ്പ് ആക്കിയോ. ഓക്കെ. വെയിലോണ്ട് നിക്കാൻ കഴിയുന്നു. അതാറുണ്ട്. ഈ സ്വിഫ്റ്റ് എത്ര കുറഞ്ഞാൽ എന്റെ? സ്വിഫ്റ്റ് ഇത് 2010 വണ്ടിയാണ്. 10 മോള് സ്വിഫ്റ്റ് ആണ്. എത്ര കൊടുക്കാം? ഒരു 2.15 കൊടുക്കാം. 2,15,000 രൂപ 10 മോള് സ്വിഫ്റ്റ് കൊടുക്കാം. ലോണും കയറ്റി കൊടുക്കാം. കൊടുക്കാം. സ്വിഫ്റ്റ് കുറെ വണ്ടികളുണ്ട്. അതെ, ഇതൊക്കെ സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് കാണിച്ചു കൊടുത്തോക്കല്ലേ? ഈ ഗ്രേ കളർ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതൊരു 7.25 രൂപ കൊടുക്കാം. 7.5 ലക്ഷം രൂപ 2018 ആണ്. ഒരു 5,30,000 രൂപ കൊടുക്കാം. മാക്സിമം ഫുള്ളാണ്. മാക്സിമം നോക്കിട്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ZX അടിപൊളി ഉണ്ട് 22. അത് നമുക്ക് 7,000 രൂപ കൊടുക്കാം. നീലക്കാൾ സ്വിഫ്റ്റ് മാനുവൽ അല്ലേ? ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ വരുന്ന മാനുവല്, അലോയ്സ് കാര്യമൊക്കെ കമ്പനി വരുന്ന വണ്ടി ഒക്കെ വരുന്ന വണ്ടില്ലേ? മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. അതേമാതിരി TUV T8 ഓട്ടോമാറ്റിക്. TUV T8 ഓട്ടോമാറ്റിക് ആണല്ലേ? മഹീന്ദ്രയുടെ കിടുക്കാച്ചി വണ്ടി. 5,60,000 രൂപ കൊടുക്കാം. 5,60,000 രൂപ 5.25 രൂപ ലോണും കയറും. ലോൺ കയറ്റി കൊടുക്കോ? ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതേമാതിരി ടറാനോ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഓപ്ഷൻ അതാ? ഇത് ഫുള്ള് 85 ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ? എത്ര വയ്ക്കണല്ലേ? ഇത് നമുക്ക് പത്രക്ക കൊടുക്കാം. 5.15 കൊടുക്കാം. മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം. എക്കോസ്പോർട്ട് അതേമാതിരി 2018 സിഗ്നേച്ചർ എഡിഷൻ. എന്റെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് ആണ്. സിംഗിൾ ഓണർ മലപ്പുറം വണ്ടി. ഒറിജിനൽ മലപ്പുറം വണ്ടിയിലെ വണ്ടി.
ഇത് നമുക്ക് 6,45 കൊടുക്കാം. 6,75,000 കൊടുക്കാം. 6,45 ലോണും വരും. ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ എക്കോസ്പോർട്ട് കൊടുക്കുമ്പോൾ അടിപൊളി വണ്ടി, ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ലിമിറ്റഡ് ആണ്. അലവില് കാര്യങ്ങളൊക്കെ 5 അലവില് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. ബ്ലൂ ടൈപ്പ് എന്റെ സിഗ്നേച്ചർ എഡിഷൻ ആണ്. ഫുള്ള് പക്ക വണ്ടി അല്ലേ. ഇത് ഡീസലാണ്. മൈലേജും ഇല്ലേ? ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടല്ലേ. ചെറിയ കാര്യക്ക് ഫുൾ ഓൺ വണ്ടികളും ഉണ്ടാവില്ലേ. പൈസ മുടക്കാതെ കൊണ്ടാൻ പറ്റിയ വണ്ടികളല്ലേ. എല്ലാം ഗ്യാരണ്ടി കൊടുക്കില്ല. ഫുൾ ഗ്യാരണ്ടി കൊടുക്കാല്ലേ. ഫുൾ ഗ്യാരണ്ടി ഏജ് ഒപ്പിട്ടാണ് കൊടുക്കും. മനസ്സപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഇറക്കാം. ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.